ഇന്ന് 7 പേരുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. 7 സാമ്പിളുകളും നെഗറ്റീവാണ്. 7 പേരുടെ 3 സാമ്പിളുകൾ വീതമാണ് പരിശോധിച്ചത്. ആ 7 സാമ്പിളുകളും നെഗറ്റീവാണ്. ഇന്നത്തെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ 330 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിലേതാണ്ട് 68 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 101ഓളം പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ്. 330 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഉള്ളത്. വൈകുന്നേരം 4 മണി വരെയുള്ള കണക്കാണ്. 330 പേർ സമ്പർക്ക പട്ടികയിൽ, 68 ആരോഗ്യ പ്രവർത്തകർ അതിലുണ്ട്, 101 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ്. 7 പേരാണ് IP അഡ്മിഷനിൽ ഉള്ളത്. അതിൽ 6 പേർക്ക് നേരിട്ട് ഈ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരാണ്. ഒരാൾക്ക് എപ്പിഡമോളജിക്കൽ ലിങ്ക് ഇല്ലാത്ത വ്യക്തിയാണ്. എന്നിരുന്നാലും പനിയും മറ്റ് രോഗലക്ഷണങ്ങളുമുള്ള സാഹചര്യത്തിൽ മാത്രമല്ല, ഏതാണ്ട് ഈ പ്രദേശത്തിനടുത്തുള്ള ഒരു സ്ഥലത്തു നിന്ന് ആയതുകൊണ്ടും സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ആരോഗ്യവകുപ്പ് തുടരുന്നു. അതായത് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളെ സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയും രോഗബാധയില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം തുടരുകയാണ്. സമ്പർക്ക പട്ടികയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ഒരിക്കൽ കൂടി പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ പ്രസിദ്ധീകരിച്ച റൂട്ട് മാപ്പിൽ ഇന്ന് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് കുറച്ചുകൂടി മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ഓരോ ആശുപത്രിയിലും ഒരു പ്രത്യേക സമയത്ത്, കാരണം ഇപ്പോൾ ആശുപത്രികളുടെ പേരുകളൊക്കെ വന്നതുകൊണ്ട് ആളുകൾ വലിയ രീതിയിൽ ആശങ്കപ്പെട്ട് ഞാൻ അവിടെ പോയിരുന്നു, ഇന്ന ദിവസം പോയിരുന്നു, അല്ലെങ്കിൽ അതിന് ഒരാഴ്ച മുൻപ് പോയിരുന്നു, പ്രശ്നമുണ്ടോ എന്നുള്ള നിലയിൽ. അങ്ങനെയല്ല, അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഈ റൂട്ട് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പൊ ചിലപ്പോൾ കാഷ്വാലിറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ICUവിലായിരിക്കാം. അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നവർ അങ്ങനെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ളവർ ദയവായി കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടുക. മറ്റുള്ളവർ ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ഇതുകൂടാതെ ആശുപത്രികളിലെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പോലീസും ഉണ്ടായിരുന്നു, ആരോഗ്യ പ്രവർത്തകർ. ആശുപത്രികൾ പൂർണ്ണമായി സഹകരിച്ചു. കാരണം ആരെങ്കിലും ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡർ തൊട്ടടുത്തുള്ള 2023 കോഴിക്കോടിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. രോഗലക്ഷണങ്ങളോടുകൂടി ഒരാൾ വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു പ്രാദേശികമായി. പക്ഷെ പ്രഥമ ഇതിൽ ഒരു എപ്പിഡമോളജിക്കൽ ലിങ്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ലിങ്ക് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടി ആദ്യം ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഡേറ്റ് വ്യത്യസ്തമായി. അങ്ങനെ CCTV ദൃശ്യമെടുത്ത് പരിശോധിച്ചപ്പോഴാണ് അവിടെ തൊട്ടടുത്ത് കാഷ്വാലിറ്റിയിലുള്ള ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറായി വന്നിരുന്നത്. അപ്പൊ ഈ ബെഡിൽ ആ പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഇൻഡെക്സ് കേസ് ഉണ്ടായിരുന്നു. ആ CCTV ദൃശ്യമാണ് അന്ന് നമ്മളെ സഹായിച്ചത്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും മിസ് ചെയ്യുന്നു പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ആ CCTV ദൃശ്യങ്ങൾ കൂടി എടുക്കുന്നു. വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഫീൽഡ് തലത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ മീറ്റിംഗിൽ നമ്മുടെ ടീം ലീഡേഴ്സ് എല്ലാവരും, അതുകൂടാതെ ആ പ്രദേശത്ത് നിന്നുള്ള MOമാരും ഹെൽത്ത് വർക്കേഴ്സ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വീടാനന്തരം സർവേ ആരംഭിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. അതോടൊപ്പം തന്നെ ആരെങ്കിലും പനി ഉള്ളവരുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫീവർ സർവൈലൻസ് ആണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ പാണ്ടിക്കാട് പഞ്ചായത്തിൽ 307 വീടുകളാണ് ഉച്ച കഴിഞ്ഞിട്ട് ഇതുവരെ സർവേ നടത്തിയത്. അതിൽ 18 പേര് പനി കേസുകളുണ്ട്. ഇന്ന് പനി മഴക്കാലമാണ്, പനിയുടെ ഒരു സീസണാണ്. പക്ഷെ ഇവർക്കൊന്നും ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളവരല്ല ഈ 18 പേരും. ആനക്കയം പഞ്ചായത്തിൽ 310 വീടുകൾ ഇന്ന് സർവേ നടത്തിയിട്ടുണ്ട്. അവിടെ 10 പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കും എപ്പിഡമോളജിക്കൽ ലിങ്ക് ഉള്ളവരല്ല. അതുകൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ട്, അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാരുമായിട്ടും മീറ്റിംഗ് എടുത്തിരുന്നു. ഐസൊലേഷനിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, ഇപ്പോൾ അവർക്ക് ഭക്ഷണം, മരുന്ന്, മറ്റു കാര്യങ്ങൾ, അത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വളണ്ടിയേഴ്സ്
ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും. അവിടെ മറ്റ് മൃഗങ്ങൾ, ഇപ്പോൾ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പശുക്കൾ അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കുള്ള ആഹാരം കൂടി ക്രമീകരിക്കത്തക്ക നിലയിൽ ഐസൊലേഷനിൽ കഴിയുന്നവർക്ക്, പുറത്തു വന്ന് ഭക്ഷണം വാങ്ങിക്കാൻ കഴിയാത്തവർക്ക്